ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പൗരന്മാർ തലസ്ഥാന നഗരിയിൽ നേരിടുന്ന വംശീയവെറിയും ആക്രമണങ്ങളും സമീപകാലത്ത് വാർത്തകളിൽ ഏറെ നിറഞ്ഞു നിന്നിരുന്നു. അരുണാചൽ പ്രദേശിലെ 19-കാരനായ വിദ്യാർത്ഥി നിധു താനിയ ഡൽഹിയിൽ പട്ടാപ്പകൽ കൊല ചെയ്യപ്പെട്ടതും 14-കാരിയായ മണിപ്പൂരി പെൺകുട്ടിയെ വീട്ടുടമസ്ഥൻ ബലാത്സംഗം ചെയ്തതും വടക്ക് കിഴക്കൻ സംസ്ഥാനക്കാർ നേരിടുന്ന ആക്രമണങ്ങളിൽ ചിലതു മാത്രമാണ്. ഈ സംഭവങ്ങൾ ഡൽഹിയിലുണ്ടാക്കിയ പ്രതിഷേധങ്ങളും അതിനെ ഭരണകൂടം അടിച്ചമർത്തിയ രീതിയും അതിനോട് മുഖ്യധാരാ മാധ്യമങ്ങൾ പാലിച്ച മൗനവും എല്ലാം ചേർത്താണ് യൂണിറ്റി യെറ്റ് ഡൈവേഴ്സിറ്റി എന്ന ഡോക്യുമെന്ററി. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം മലയാളി ഡിഗ്രി വിദ്യാർത്ഥികളാണ് ഡോക്യുമെന്ററിയുടെ അണിയറ ശില്പികൾ. കോഴിക്കോട് നാദാപുരം സ്വദേശിയായ ഇജാസ് അഹമ്മദാണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. നാദാപുരം സ്വദേശി തന്നെയായ അഹമ്മദ് നസീബ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചു. കോഴിക്കോട് സ്വദേശികൾ തന്നെയായ ഷഹീൻ അഹമ്മദും സണ്ണി ആഷിഖുമാണ് മറ്റ് പിന്നണി പ്രവർത്തകർ. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ വിവിധ കോളേജുകളിൽ പൊതുപ്രദർശനം നടത്തുകയാണ് ഡോക്യുമെന്ററി. ഇന്നലെ ന്യൂഡൽഹിയിലെ സാക്കിർ ഹുസൈൻ കോളേജിലായിരുന്നു പ്രദർശനം. മീഡിയ 1 ഡൽഹി.